അസ്സലാമലൈക്കും. മദീനയിൽ എല്ലാവരും സങ്കടത്തിലാണ്. അതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? കാരണക്കാരൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ? എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കൂലേ? നമുക്ക് കഥയിലേക്ക് കടന്നാലോ? ഉഹദിൽ മുസ്ലിങ്ങൾക്ക് വമ്പിച്ച ആൾനഷ്ടം വരുത്തി വെക്കാൻ മക്കാ മുശ്രിക്കുകൾ കഴിഞ്ഞു. മക്കയിലെ ജനങ്ങൾ ഈ വിജയത്തിൽ മതിമറന്നു സന്തോഷിച്ചു. എന്നാൽ മദീനയിൽ പല ഹൃദയങ്ങളും നീർപ്പുതയായിരുന്നു. എന്താണ് സംഭവിച്ചത്? ഇരു കൂട്ടരും ഭയങ്കരമായി ചർച്ചകൾ ചെയ്തപ്പോൾ ഇരു കൂട്ടരുടെയും നാവും ഒഴിഞ്ഞത് ഒരേ ഒരു പേരായിരുന്നു. ആരെ പേരാണെന്നറിയോ? ഖാലിദ് ബിൻ വലീദ്. യുദ്ധരണാങ്കളത്തിൽ അയാൾക്ക് കഴുകന്റെ കണ്ണുകളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ നിർത്തിയ 50ഓളം അമ്പേത്തുകാർ കുന്നിറങ്ങിയ തക്കം നോക്കി അയാൾ മുസ്ലിം സൈന്യത്തിലേക്ക് അതിവേഗത്തിൽ ഇരച്ചു കയറി. അങ്ങനെ വർഷം പലതും പിന്നെയും പിന്നെയും കഴിഞ്ഞു. ഖാലിദിന് മനസ്സ് മാറാൻ തുടങ്ങി. തങ്ങളുടെ അടുത്ത് വന്ന് ഖാലിദ് ഇസ്ലാം പുൽകി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. യുദ്ധത്തിലൂടെ പാപം കഴുകിക്കളയാൻ ആഗ്രഹിച്ച ഖാലിദിന്റെ ആദ്യം അവസരം ഒരുക്കിയത് മുഅത്തയിലായിരുന്നു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ച 3 അമീർമാരും ഷഹാദത്ത് പുൽകിയപ്പോൾ സാബിത് ബിൻ അഖ്റം റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ കൊടി കയ്യിലെടുത്ത് പെട്ടെന്ന് ഖാലിദിന്റെ നേരെ നീട്ടി. അല്പം ഒന്ന് ശങ്കിച്ചെങ്കിലും ആ കൊടി സ്വീകരിച്ച് തന്റെ വാൾ മുറുക്കി പിടിച്ച് ശത്രു സൈന്യത്തിനെതിരെ പൊരുതാൻ തുടങ്ങി. കൂട്ടുകാരെ, ആ യുദ്ധത്തിൽ ധീരയോദ്ധാവി ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ 9 ആളുകളാണ് പൊട്ടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജാസിൽ കൊടുങ്കാറ്റായി മാറിയ കള്ളപ്രവാചകത്വവാദി മുസ്ലിമുകൾക്കെതിരെ ആ വാളിനെ ഊരി യോദ്ധാവിനെ പറഞ്ഞയച്ചു. ഇസ്ലാമിന്റെ അനുദിന വളർച്ചയിൽ അസൂയം പൂണ്ട പേർഷ്യൻ സാമ്രാജ്യം റോമൻ സാമ്രാജ്യം മുസ്ലിമീങ്ങൾക്കെതിരെ ഒളിയമ്പുകൾ പ്രയോഗിച്ചു തുടങ്ങി. അങ്ങനെ അബൂബക്കറിന്റെ കത്ത് ഖാലിദിന്റെ കൈകളിലെത്തി. താങ്കൾ ഇറാഖിലേക്ക് പുറപ്പെടണം. അവിടെയുള്ള സൈന്യത്തോടൊപ്പം ചേർന്ന് റോമൻ നിവാസികൾക്കെതിരെ യുദ്ധം ചെയ്യണം. ഖാലിദ് ഉടനെ തയ്യാറായി. ദുർഘടമായ വഴിയിലൂടെ യാത്ര തുടങ്ങി. 2,50,000 പേരടങ്ങുന്ന റോമൻ സൈന്യരാജാവ് ഒന്ന് അഹങ്കരിച്ചു. മുസ്ലിമീങ്ങൾ 40,000 പേരും ആകെ അന്താളിപ്പിലായി. പലരും പലതും പറയാൻ തുടങ്ങി. ധൈര്യം പകരാൻ അവരുടെ മുമ്പിൽ നിന്ന് ഖാലിദ് വിളിച്ചറിഞ്ഞു, മുസ്ലിമീങ്ങളെ, പടച്ചവന്റെ സഹായം കൊണ്ടാണ് സൈന്യം അധികരിക്കുന്നതും കുറയുന്നതും. നിങ്ങൾ ഭയക്കാതിരിപ്പിൻ. ഖാലിദിന്റെ സംസാരം ജനത്തിൽ ഉന്മേഷം പകർന്നു. യുദ്ധമുറകളെല്ലാം പൂർണ്ണമായും ശ്രദ്ധിച്ചു. ഖാലിദ് എന്താ ചെയ്തെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റോ? സൈന്യവെരുപ്പ് കാണിക്കാൻ 1000 പേരെ ഓരോ സംഘങ്ങളാക്കി മാറ്റി യുദ്ധം ആരംഭിച്ചു. ഖാലിദ് വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ! സ്വർഗത്തിന്റെ കാറ്റ് അടിച്ചു വീശട്ടെ. മുസ്ലിമീങ്ങൾ അവരുടെ കുതിരകളെ അതിവേഗത്തിൽ പായിപ്പിച്ചു. എന്നാ രസകരമായ സംഭവം എന്താണെന്നറിയോ? അവരുടെ സൈന്യത്തെ സഞ്ചരിച്ച ഇസ്ലാമിൽ ആകൃഷ്ടനായി മുസ്ലിമീങ്ങളുടെ അണിയിൽ ചേർന്നു. റോമക്കാർ ആകെ ഭീതിയിലായി. ശത്രുക്കളെ നാമാവിശേഷമാക്കി അവരുടെ രാജാവ് ഹിർഖൽ നാട് വിട്ടോടിപ്പോയി. മുസ്ലിമീങ്ങൾ വിജയ പതാക നാട്ടി. മദീനയിൽ സന്തോഷം നിറഞ്ഞു. ഇസ്ലാം ഖാലിദിന്റെ വാളുകൊണ്ട് നാനാഭാഗവും എത്തിയല്ലോ. കൂട്ടുകാരെ, സമയം അടുത്തു വന്ന് ഖാലിദിന് ബോധപ്പെട്ടു തുടങ്ങി. അസ്റായിലെയും കാത്ത് ഓരോ രാവും കഴിഞ്ഞു. രക്തസാക്ഷിയായി മരണപ്പെടാൻ ഖാലിദ് ആഗ്രഹിച്ചു. ഖാലിദ് പറഞ്ഞു, എന്റെ ശരീരത്തിൽ വെട്ടുകളേൽക്കാത്ത സ്ഥലമില്ല. എന്നിട്ടും സ്ത്രീയെ പോലെ ആയല്ലോ എന്ന് പറഞ്ഞ് ആവിലാതിപ്പെടുകയായിരുന്നു. ആ ധീര യോദ്ധാവിന്റെ മരണം മദീനയെ മൂകതമാക്കി. പലരും തേങ്ങിക്കരഞ്ഞു. അദ്ദേഹത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തെ കുറിച്ച് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഖാലിദ് ഭാഗ്യവാനാണ്. എളിയ ജീവിതം നയിച്ച് സൗഖ്യത്തിൽ മരണപ്പെട്ടു. കൂട്ടുകാരെ, നമുക്കും ഖാലിദിന്റെ പോലെ ധീര യോദ്ധാവണ്ടേ? നാഥൻ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറട്ടെ. അസ്സലാമു അലൈക്കും. എല്ലാവരും നാസ്ത കഴിച്ച്